ഇന്ന് നമുക്കേ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ചിക്കനും മഷ്റൂംസൊക്കെ ഫില്ലിങ് കൊടുത്ത് ചെയ്യുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിനായിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് ലെമൺ ജ്യൂസും തൈരൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ബൾബ് ഗാർലിക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ ഒരു ചെറിയ സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് മഷ്റൂംസ് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഹാഫ് കുക്കാകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മഷ്റൂമിൻ്റെ മിക്സും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് റെഡ്, ഗ്രീൻ, യെല്ലോ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫില്ലിങ് നമ്മൾ കവർ ചെയ്യാൻ ഇതേപോലത്തെ ഒരു റൈസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. ഇതുപോലെ ഇരിക്കും. ഇനി ഇത് നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. വെള്ളത്തിൽ ഒരു 20-30 സെക്കൻഡ് മാത്രം ഡിപ്പ് ചെയ്താൽ മതി, അതിൽ കൂടുതൽ ഡിപ്പ് ചെയ്യരുത്. ഇനി ഈ റൈസ് പേപ്പർ ഒരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കവർ ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്യണം. ഞാനപ്പോൾ ഒരു റൈസ് പേപ്പറും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്നാക്ക് റെഡിയാക്കാൻ 2 റൈസ് പേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് നെയ്യ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തിരിച്ചു മറിച്ചുവിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി. അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്നാക്ക് മോമോസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. പിന്നെ എയർ ഫ്രയറിലും ഇത് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് എഗ് വാഷ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വേണം എയർ ഫ്രയറിൽ വെച്ച് റെഡിയാക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് എയർ ഫ്രയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.